ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിവിടെ മൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തു. എപ്പിസോഡ് നമുക്ക് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മതിലൊക്കെ റീപ്ലേസ് ചെയ്യണം. അതേമാതിരി സ്റ്റെയർ കേസ് വെക്കണം. സ്റ്റോൺ കട്ടറൊക്കെ വരുന്ന പറഞ്ഞിരുന്നു. നമുക്ക് കുറച്ച് സ്റ്റെയർ കേസ് ഉണ്ടാക്കിയാണ്ട് ബ്രിക്കിൻ്റെ സ്റ്റെയർ കേസ് തന്നെ ആയിക്കോട്ടെ അല്ലേ. നമുക്ക് ഫുള്ള് നിരത്തി വെക്കാം. ഫുള്ളടിക്ക് സ്റ്റെയർ കേസ് ആയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് കയറി വരാനും ഇറങ്ങാനൊക്കെ സുഖം. അതാണ് പണി. നമുക്കൊന്ന് ഒരു അഞ്ച് വട്ടമൊന്നുമില്ല, കുറേ ടൈം വന്ന് കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെയർ കേസ് വെക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ സ്റ്റെയർ കേസൊക്കെ ഒന്ന് ഞാൻ ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അടിവരെ എത്തിച്ചാണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് അടിയിലെത്തി ഇവിടെ വെച്ചാൽ ഫിനിഷായി. അത് അടിവരെ ഫുള്ള് സ്റ്റെയർ കേസ് വെച്ചാൽ ഇങ്ങനെ കയറി പോകാൻ നല്ല സുഖമാണ്, പെട്ടെന്ന് എത്തും. ഫാസ്റ്റ് ഉണ്ടോ? ഇത് ഫാസ്റ്റായിട്ട് കയറിൻ്റെ നോക്കി. മറ്റേത് ഞാൻ ചാടി 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 വരുമ്പോൾ എത്ര സമയം പിടിക്കും. പറഞ്ഞ നേരം കൂടി അവിടെ എത്തി. പിന്നെ നമുക്ക് സൈഡത്തെ മതിലൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. സ്റ്റെയർ കേസ് ഈ മതിലും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഇതൊക്കെ കുഴിച്ച് മാറ്റും വേണം. തല തട്ടുന്നുണ്ടോ സംശയം. ഇനി പൊളിക്കണം. ഇനി പൊളിക്കണ്ട, കുറച്ച് പണിയാവും. പിന്നെയും നമുക്കവിടെ സ്റ്റെയർ കേസ് വെച്ചാൽ മതി. സ്റ്റെയർ കേസ് വെക്കുമ്പോൾ റെഡിയാകും. പിന്നെ ഈ മതിലൊക്കെ ഒന്ന് ഫുള്ള് പൊളിച്ച് മാറ്റിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുക. ഫുള്ള് പൊളിച്ച് മാറ്റണം രണ്ട് സൈഡും. ഞാനിത് ഈ മതിലൊക്കെ ഫുള്ള് പൊട്ടിച്ച് വരുമ്പോൾ അതാ ഈ ബ്ലോക്ക് പൊട്ടിച്ചപ്പോൾ മുടക്കിയത്. ഒന്ന് ഇറങ്ങി നോക്കണമെങ്കിൽ ഇറങ്ങി നോക്കാം. വലിയ ലാവാപൂളൊക്കെ ഉണ്ട്. ലഷ്കവും കൂടിയാണെന്ന് തോന്നുന്നു. മിക്സ് ആയിട്ടാണ്. നല്ല അടിയൊക്കെ ഇറങ്ങി നോക്കാം. അടിയിൽ സേഫാണ് സംഗതി. മോബൊന്നും കാണാനില്ല. ഒരു ക്രീപ്പർ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്, നോക്കണം. എല്ലാം ലാവിക്ക് ചാടാതെ സ്റ്റെയർ കേസുമായി തന്നെ സെറ്റ് ചെയ്ത് പോകാം. എന്നാലേ പെട്ടെന്ന് കയറി വരാനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആകെ ഒരു ഫുഡും ഉള്ളൂ. സംഗതി വലിയൊരു കേവാണ്. ലഷ് കേവും കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഡയമണ്ടൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ലാവൊക്കെ ഉള്ളിടത്തൊക്കെ ഡയമണ്ട് ഉണ്ടാവും. കാണാനില്ല, ആകെ ഒരു ടോർച്ചുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞ് ചെയ്തു. സൈഡൊക്കെ വന്നാണ്ട് നമുക്ക് എന്തെങ്കിലുണ്ടെങ്കിലോ. റെസ്റ്റോ ഉണ്ടോ അവിടെ? റെസ്റ്റോ കണ്ട് ഡയമണ്ട് കണ്ട്. ഒരു ഡയമണ്ട്. ഒന്നേയുള്ളൂ. ഫുള്ള് ലാവാപൂളാണ്. ഈ ലാവാപൂളിൻ്റെ സൈഡിലൊക്കെ സ്പോണാൻ ചാൻസ് ഡയമണ്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് കണ്ടു തുടങ്ങി പോവാം. അല്ലെങ്കിൽ വെറുതെ കണ്ട് പോകേണ്ട കയറത്തേനെ. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലല്ലോ അല്ലേ? ടോർച്ചാണെങ്കിൽ ഇല്ല. ടോർച്ചാണെങ്കിൽ കഴിഞ്ഞു. ആർമറൊന്നുമില്ല. പോയി നോക്കട്ടെ. ഡയമണ്ട് എന്തെങ്കിലും. ഫുൾ ഒബ്സിഡിയൻ ആയിക്കണം. അവിടെ വെള്ളമായി കണ്ട് ലാവാപൂൾ ഫുൾ ഒബ്സിഡിയൻ ആയിക്കണം. നമുക്ക് ഒബ്സിഡിയന് വേണ്ടി പിന്നെ അങ്ങോട്ട് വരാം ആവശ്യമുണ്ടാകുമ്പോൾ. നല്ല രസമുണ്ടല്ലേ കാണാൻ. മടി ഫുള്ള് ലാവാപൂളും മേലെ ലഷ്കേവും. എന്താ രസം. ലഷ്കേവ് അത് തമ്മിലീനാക്കാൻ. എടാ ഇത്ര പെട്ടെന്നാ ആ ക്രീപ്പറെ സൂക്ഷിക്കണമെന്ന് അതേ പറഞ്ഞതാ. ഇത്ര പെട്ടെന്നപ്പോൾ ചത്തത്. നമ്മൾ ഗെയിം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ
ക്രീപ്പർ വേക്ക് നിന്ന് പൊട്ടി. അടിപൊളി. തളരൂല നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് രാവിലെ അയണൊക്കെ എടുത്ത് തന്നാണ്ട് ടൂൾസ് ആർമറൊക്കെ സെറ്റ് ചെയ്യാം. ബാക്കി പണി ഫുള്ളാക്കാൻ നോക്കട്ടെ. വെറുതെ അയക്കെടുത്ത് ഇറങ്ങിയാണ്ട് ക്രീപ്പർ ചത്തു. അടി വരുന്ന കാര്യം. എന്നാലും വെറുതെ ഒന്ന് പോയി നോക്കാം നമുക്ക്. സാധനങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ. സംഗതി ഇത്രയും കുഴിച്ച് വന്നപ്പോൾ ഇവിടെ കണ്ട് സംഗതി. ക്രീപ്പറിന് ആദ്യം തന്നെ പറഞ്ഞതാണ് നോക്കണം. ഇത്തിരി നേരം ഇവിടെ ഇല്ലല്ലോ. ഈ ലാവയ്ക്ക് ചാകണ്ട. ഒരു സാധനം ഇവിടെ ഇല്ല. കടി സ്പൂൺ ആയിക്കണം. ലാവിക്ക് വയ്ക്കണ്ട്. ക്രീപ്പർ പൊട്ടിയ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. എന്താ അവസ്ഥ? എല്ലാ ലാഭം കൊണ്ടുപോയി. ഇവിടെ ഒന്നും ഇല്ലല്ലേ. എന്നാലും ഇവിടെ നിന്ന് സ്പോണാവാത്ത മോബുകളൊന്നും സാധാരണ ഇവിടെയൊക്കെ സ്പോണാവാൻ്റെ ആണല്ലോ. ഇവിടെയൊക്കെ ലേറ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും. മുന്നിൽ പോയിട്ട് ബാക്കി പണി ഫുള്ളാകാം. ഇവിടെ നോക്കി എന്നാൽ ഇനിയും ക്രീപ്പറൊന്നും ചിലപ്പോൾ ചാവുള്ളൂ. ബാക്കി കുയിക്കാളൊക്കെ പോയി അതിലൊക്കെ ഒന്ന് മേലേക്ക് കയറട്ടെ. അതൊക്കെ 2 ബ്ലോക്ക് കൊണ്ട് ഞാനുണ്ട്. അപ്പോൾ ഇങ്ങനെ മേലേക്ക് വരിക. ഒന്ന് ഇവിടെ ഇത് 3 ബ്ലോക്ക് ആയിട്ടുണ്ട്. വെടിയും വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കൈ കൊണ്ട് പിടിച്ച് എന്തിനാ എത്ര റിസ്ക് എടുക്കണം? എന്തിനാ ഇപ്പോൾ എത്ര റിസ്ക് എടുക്കണം? ലാവി കിടന്ന് ചാടിയാൽ പോരെ. അപ്പോൾ സോംബി വന്നു. ഒന്നുകൂടി ഡൈ ആയി. പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബാക്കി പണികൾ ഞാൻ നോക്കട്ടെ. ഞാൻ ടൂൾസൊക്കെ സെറ്റാക്കി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതിന് പോയി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ടൂൾസ് ആർമറൊക്കെ സെറ്റ് ചെയ്തു. ആർമർ ഉണ്ടാക്കിയിട്ടില്ല. ആർമർ നമുക്ക് ഡയമണ്ടിലേക്ക് മാറാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബാക്കി പണിയൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയാണ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അടി ഫുള്ള് കുഴിച്ച് സെറ്റാക്കി വന്നു. 2 സൈഡും മരമൊക്കെ വെട്ടി. അവിടെ ഉണ്ടായിരുന്നു വലിയ സ്പ്രൂസും അതേമാതിരി അവിടെ ഉണ്ടായിരുന്നു ചെറുതാളൊക്കെ വെട്ടിയാണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചാണ് നമുക്കൊരു എൻട്രൻസ് സെറ്റ് ചെയ്യാം. പിന്നെ ഞാനതൊന്ന് സെറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ബട്ടണും കൂടി വെച്ചാൽ സംഗതി സെറ്റായി എൻട്രൻസ്. ഇനി ബാക്കിൽ ഫുള്ള് ഡേർട്ട് വെച്ച് ഫില്ല് ചെയ്യണം. നമുക്കൊരു കേവ് മാതിരി സെറ്റ് ചെയ്യണം. ഡേർട്ട് ചെസ്റ്റിലില്ല. ഞാനിന്ന് പരിവ് എടുത്തുകൊണ്ട് വരാം. ഡേർട്ട് ഏരിയ വന്നതിന് ഞാൻ ഇവിടെ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്തട്ടെ. ഒരു കേവ് മാതിരി ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെ വെച്ച് വെക്കാൻ പറ്റാണ് അവിടെ. ഞാനതൊന്ന് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഫുള്ള് വെച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? ഒരു കേവ് മാതിരി തന്നെ ഫീൽ ചെയ്യണില്ല. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഡേർട്ട് അതിൽ ഗ്രാസ് ബ്ലോക്കൊക്കെ വരാണ്ട്. ഗ്രാസൊക്കെ വന്നാലേ രസം ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ഹൈറ്റ് ചെയ്ത് പില്ലർ ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഉണ്ട് അതേമാതിരിയാണ് ഉദ്ദേശിച്ച്. ഞാൻ ഗ്രാസ് ബ്ലോക്കൊക്കെ വരുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിരിക്കും. ഇതിലാണെങ്കിൽ മഷ്റൂമുകളൊക്കെ ഒന്ന് ഫുൾ ഒഴിവാക്കട്ടെ. എന്നാലേ അതിൻ്റെ കാണാൻ വൃത്തി ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കാം. ഈ ബാക്കിലുണ്ടിട്ടുണ്ടാവും. അവിടുത്തെ നമുക്ക് സൈഡിൽ ഇങ്ങനെ വെക്കാം. തുറന്നോട്ടെ. അവിടെയും കൂടി ഒരു കമ്മിയില്ലേ. മേലൊക്കെ ബോൺവീൽ ചെയ്യണം. ബോൺവീൽ ചെയ്യാം നമുക്ക്. അതെടുത്ത് നമുക്ക് സൈഡിൽ കൊണ്ടുവന്നേക്കാം. ഇവിടെ നിന്നോടെ രാത്രിയാകുമ്പോൾ നല്ല വെട്ടം വെളിച്ചൊക്കെ ഉണ്ടാവും. മിന്നാരി നല്ല രസമാണ്. അപ്പോൾ ഞാൻ ബാക്കി
ഉള്ളിലേക്കുള്ള പണികളൊക്കെ നോക്കട്ടെ. അതിൽ ഒക്കെ വെക്കാണ്ട് റീപ്ലേസ് ചെയ്ത് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് പാർട്ടായിട്ട് ഞാനതായി വുഡ് ഇങ്ങനെ വെച്ചുക്കണം. നമുക്ക് മതിലിൻ്റെ അവിടെ വെക്കാണ്ട് ബ്ലോക്ക് മതിൽ ഇനി അത് വെക്കാന്ന് വെച്ചെടുക്കണേ. അത് കോബിൾ സ്റ്റോണിൽ വെക്കാം. കോബിൾ സ്റ്റോൺ ആകുമ്പോൾ ഒന്നുകൂടി സാധനം ഉണ്ടാവും. കുറേ ബ്ലോക്ക് വേണം, എന്നാലും തികയില്ല. പിന്നെ മൈനിങ്ങിന് പോകേണ്ടി വരും. എല്ലാം ഡീപ്പ് സ്ലേറ്റ് ആക്കേണ്ട വെച്ചാൽ ഞാനത് ഫുള്ളൊന്ന് അതിൽ ഫുള്ള് ഇതേമാതിരി ഇങ്ങനെ ഒരു 5 ബ്ലോക്ക് ഗ്യാപ്പിട്ട് വുഡും വെച്ച് ഫുള്ള് വെച്ചാണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിതൊന്ന് ഫുള്ള് അടിവരെ ബെഡ്റോക്ക് ലെവൽ വരെ എത്തിച്ചാണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അടിവരെ ഫുള്ള് സെറ്റ് ചെയ്തോണം. നമുക്ക് ലാൻഡേണൊക്കെ വെച്ച് സെറ്റ് ആക്കി ഇടണം. ഞാനിവിടെ ഈ വുഡുള്ളടത്ത് ലാൻഡേൺ ഇങ്ങനെ സെൻറ്ററിൽ വെക്കണം. ഞാൻ ഒന്നായിട്ട് എണ്ണി നോക്കി, ഈ വുഡ് 20 അടിവരെ. അപ്പോൾ ഞാൻ വുഡുള്ളടത്തൊക്കെ ഫുള്ള് ലാൻഡേണും ഈ ഒരു വുഡ് ഇങ്ങനെ വെക്കണ്ട, അവിടെ സ്റ്റെയർ കേസ് വെച്ചുകൊണ്ട് ലാൻഡേൺ വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ ഞാൻ എല്ലായിടത്തും ഇനി കമ്പൗണ്ട് ലാൻഡേൺ സ്റ്റെയർ കേസും ഈ സൈഡൊക്കെ സ്റ്റെയർ കേസ് വെച്ച് ഒന്ന് ഫുള്ള് ഫില്ല് ചെയ്താണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഫുള്ള് വെച്ച് കഴിഞ്ഞു. അതാ ബെഡ്റോക്ക് ലെവൽ വരെ എത്തി. ഇവിടെ മുതൽ അറ്റം വരെ വെച്ചു പോകണം. ഫുള്ള് ലാൻഡേണായിട്ട് നല്ല രസമല്ലേ, ഫുള്ള് ക്ലീനായി. നല്ല അടിപൊളി സ്റ്റെയർ കേസായി. ഇപ്പോൾ ഇത്ര പെട്ടെന്ന് മേലെത്തിയത് ഞാൻ ഐറ്റം സ്കിപ്പ് ചെയ്തിട്ട്. അപ്പോൾ അതാ കേവ് അങ്ങനെയാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് കേവിൻ്റെ ലുക്ക് ഇടണമെങ്കിൽ ഡയറക്റ്റാണല്ലേ ഈ ലാൻഡാണ് എന്താണ് വെച്ചത്. ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്ര ആയിട്ടുള്ളൂ. ഒരു പിക്കാക്സ് നമ്മൾ ഇവിടെ വെക്കണം, മൈനിങ് ഏരിയ എന്നാലാണ്. അല്ലെങ്കിലും അറിയും, എന്നാലും വെറുതെ ഒരു രസത്തിന്. അപ്പോൾ അടിയേരിയ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഞാനൊരു ഐറ്റം ഫ്രെയിമും ഒരു പിക്കാക്സും സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒരു ഐറ്റം ഫ്രെയിം ഞാൻ ഉണ്ടാക്കി. പിക്കാക്സ് നമുക്ക് തന്നെ വെക്കാം, നമുക്ക് വേറെ ഉണ്ടാക്കാം. അപ്പോൾ അതോടെ ഒരു ക്ലീൻ ആക്കണം. ഒന്നുകൂടെ നമുക്ക് വേണ്ട ബട്ടൺ വെക്കണം. കോബിൾ സ്റ്റോൺ കണ്ടറും സ്റ്റോണൊക്കെ വെക്കാം. നമുക്ക് ഇല്ല, അതിൻ്റെ അത് സ്റ്റോണൊന്നുമില്ല. നമുക്ക് ഇങ്ങനത്തെ ആയിട്ടുള്ളൂ. സീൽ ടച്ചൊക്കെ സെറ്റ് ചെയ്യണം. ഭാവി പരിപാടി. ഈ ഒരു ലാൻഡേണും കൂടി ഇതാ നമുക്ക് അന്നോട്ടെ ഒരു ലാൻഡേണ് അന്നോട്ടെ നൈറ്റ് ആകുമ്പോൾ ഇവിടെ വിളിച്ച് ഉണ്ടാക്കിക്കോളാം. സ്റ്റോൺ റെഡിയായി. നമുക്ക് 2 ബട്ടൺ ഉണ്ടാക്കിയാണ്ട് അവിടെ വെക്കാം. ഒന്നുകൂടി സെറ്റായി. അപ്പോൾ ഈ ഇതിൻ്റെ ബിൽഡ് ഫിനിഷായി. നമുക്ക് ഇതാവുകയാണെങ്കിൽ ഇവിടെ കൂടി ഒന്ന് സ്പ്രൂസിൻ്റെ സ്റ്റോണ് ഇതിൻ്റെ ബട്ടൺ വെക്കാം. അപ്പോൾ ഒരു ബട്ടൺ മതി, മറ്റേ സൈഡിലും ഇതേമാതിരി വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മേലെയും വെക്കണം. മേലെയും അതേമാതിരി 2 ബട്ടൺ ഉണ്ടാക്കിയാണ്ട് അവിടെയും വെക്കാം, വെറുതെ ഒരു രസത്തിന്. അപ്പോൾ ഇതിൻ്റെ പണി ഫുള്ള് ഫിനിഷായി എന്ന് വിചാരിക്കണം. നമുക്കത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒരു 2 ചെസ്റ്റ് ഇവിടെ അങ്ങനെ വെക്കാം അല്ലേ. സൈഡിലും നമുക്ക് മൈനിങ് ചെയ്യുന്ന കിട്ടുന്ന ബ്ലോക്കൊക്കെ വെക്കാൻ വേണ്ടി ഒരു 4 ചെസ്റ്റ് ഉണ്ടാകട്ടെ. 3 മതി നമുക്ക്. ഒന്നത് അവിടെ ഉണ്ടല്ലോ. അതിനുള്ള ബ്ലോക്കൊക്കെ നമുക്ക് അതേമാതിരി ഇവിടെ വെക്കാം. അങ്ങനെ വെച്ചാൽ നമുക്ക് മൈൻ ചെയ്ത് കിട്ടുന്ന ബ്ലോക്കൊക്കെ നമുക്ക് ഈ കാണുന്ന ഈ ഡീസലായിട്ട് ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ ഫുള്ളിൽ കൊണ്ടുവയ്ക്കാം. വെറുതെ പേര് വരെ കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഫുള്ള് ഇൻവെൻറ്ററി ക്ലീൻ ആക്കിയിട്ട് അത്ര നേരം അവിടെ പണിയെടുത്തില്ല. നമുക്ക് അത്രയും ആയം കിട്ടിയണം. അതിലുണ്ട് അതേമാതിരി അതിലുണ്ട്. ഇത്രയും ആയതുകൊണ്ട് നമുക്ക് കേക്ക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കേക്ക്സ് നമ്മളവിടെ വെച്ചില്ലേ. കണ്ടില്ലേ എൻ്റെ കേവ് മൈനിങ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് ഈ മൈനിങ്ങിൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കി.
നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മോബ് ഫാർമ് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ ശരി, ടാറ്റാ ബൈ ബൈ.